കോടികൾ എറിഞ്ഞ് കോടികൾ വാരുകയാണ് ഇന്ത്യൻ സിനിമാ ലോകം. ഉത്തരേന്ത്യൻ സിനിമകളിലൊന്നോ തെന്നിന്ത്യൻ സിനിമകളിലൊന്നോ വ്യത്യാസമില്ലാതെ നല്ല സിനിമകളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ. എന്നാൽ ഒരു ചോദ്യം ചോദിക്കണം, ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ബാഹുബലി 2, KGF 2, പുഷ്പ 2, RRR, പഠാൻ, ജവാൻ, അനിമൽ, സ്ത്രീ 2, അങ്ങനെ പോകും പട്ടിക. എന്നാൽ ഇവയൊന്നുമല്ല ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം. മേൽപ്പറഞ്ഞ ചിത്രങ്ങളുടെ പകുതി മുതൽ മുടക്കി നിർമ്മിച്ച് 4 പുതുമുഖങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കി അണിനിർത്തിയ 2016 റിലീസായ ഒരു ചിത്രത്തിന് സ്വന്തമായാണ് ആ നേട്ടം നേടിയിരിക്കുന്നത്. ഇന്ന് ആ ദിനം വരെ 70 കോടി മുടക്കി നിർമ്മിച്ച ഈ സിനിമ 387 കോടി കളക്ഷൻ നേടി ആ വർഷത്തെ ഏറ്റവും വലിയ പണം വരിയ ചിത്രമായി മാറി. ചൈനയെ റിലീസ് ചെയ്തതോടെയാണ് ചിത്രത്തിന്റെ വിജയം ആകാശം തൊട്ടത്. ചൈനയിൽ നിന്ന് മാത്രം 1305 കോടി രൂപയാണ് ചിത്രം നേടിയത്. ലോകത്താകമാനം റിലീസ് ചെയ്തതിൽ 1535 കോടിയും ചിത്രം തൂത്തുവാരി. മൊത്തം 2070 കോടിയാണ് സിനിമ സ്വന്തമാക്കിയത്. ഇതുവരെയും ഈ റെക്കോർഡ് മറ്റൊരു ചിത്രവും തകർത്തിട്ടില്ല. 1810 കോടി കളക്ഷനുമായി ബാഹുബലി 2 ദ കൺക്ലൂഷൻ, 1719 കോടി കളക്ഷനുമായി പുഷ്പ 2 ദ റൂളർ, 1387 കോടി കളക്ഷനുമായി RRR, 1250 കോടി കളക്ഷനുമായി KGF ചാപ്റ്റർ 2, 1159 കോടി കളക്ഷനുമായി ജവാൻ, 1200 കോടി കളക്ഷനുമായി കൽക്കി, 2898 AD, 1502 കോടിയുമായി പഠാൻ എന്നീ ചിത്രങ്ങളാണ് 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഇന്ത്യൻ സിനിമകൾ. ഇതിൽ പുഷ്പ 2 ദ റൂളർ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ 2000 കോടിയിൽ അടുത്തതായി ഇടം നേടാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അവിടെയും നമ്മൾ പറഞ്ഞു വന്ന ചിത്രത്തിന്റെ തട്ട് കുറച്ചുകൂടി താഴ്ന്നു കിട്ടും. കാരണം 500 കോടി മുതൽ മുടക്കി ഇറങ്ങിയ പുഷ്പ 2 ദ റൂളർ നേടുന്ന വിജയത്തെക്കാളും എന്തുകൊണ്ടും വലുത് 70 കോടിക്ക് ഇറങ്ങി 2000 കോടി നേടിയ ആ പഴയ ചിത്രത്തിന്റെ തന്നെ ആയിരിക്കും. ഇനി സസ്പെൻസ് വയ്ക്കാതെ ആ ചിത്രം ഏതാണെന്ന് പറയാം. പലരും ഇപ്പോൾ തന്നെ ഊഹിക്കുന്നുണ്ടാവും ആ സിനിമ ഏതാണെന്ന്. വേറൊന്നുമല്ല, അമീർ ഖാനെ കേന്ദ്ര കഥാപാത്രമാക്കി നിതേഷ് തിവാരി സംവിധാനം ചെയ്ത 2016 ഡിസംബർ 23 റിലീസായ ദംഗൽ തന്നെയാണ് ആ സിനിമ. സിനിമയുടെ നട്ടെല്ലായി കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഫാത്തിമ സന ഷെയ്ഖ്, സാനിയ മൽഹോത്ര, സൈറ വസീം, സുഹാനി ഭട്ടാഗർ എന്നീ 4 പെൺകുട്ടികൾ പുതുമുകളായിരുന്നു. മഹാവീർ സിംഗ് ഫോഗട്ട് എന്ന ഗുസ്തി താരത്തിന്റെ അദ്ദേഹത്തിന്റെ മകളുടെയും കഥ പറഞ്ഞ ദംഗൽ ഇന്നും സിനിമ ആസ്വാദകരുടെ പ്രിയപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ്. സമൂഹത്തിന്റെ എതിർപ്പുകളെയെല്ലാം അവഗണിച്ച് സ്വന്തം പെൺമക്കളെ ഗുസ്തി ചാമ്പ്യന്മാരാക്കി രാജ്യത്തിന് മെഡലുകൾ സമ്മാനിച്ച ഒരച്ഛന്റെ അസാമാന്യ ധൈര്യത്തിന്റെയും അർപ്പണബോധത്തിന്റെയും കഥയാണ് ദംഗൽ പറഞ്ഞത്. അച്ഛന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായി തങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ഉപേക്ഷിച്ച് അച്ഛന്റെ സ്വപ്നത്തിനായി അഹോരാത്രം പ്രയത്നിച്ച, അതിനായി ജീവിച്ച ആ പെൺമക്കളുടെ ലോകം ഇരുകൈയും നീട്ടി സ്വീകരിച്ചതിന് തെളിവാണ് ഇന്നും തകർക്കപ്പെടാത്ത ദംഗലിന്റെ വിജയം. ഇന്നിറങ്ങുന്ന ഒരുവിധം നല്ല ചിത്രങ്ങളെല്ലാം 1000 കോടി കളക്ഷൻ എത്തുന്നുണ്ടെങ്കിലും ദംഗൽ നേടിയിരിക്കുന്ന 2000 കോടി എന്നത് ഈ ചിത്രങ്ങൾക്കെല്ലാം ഇപ്പോഴും ഒരു ബാലികേറ മല തന്നെയാണ്. 9 വർഷമായിട്ടും തകർക്കപ്പെടാതെ നിൽക്കുന്ന ദംഗലിന്റെ റെക്കോർഡ് 2025 ഇറങ്ങുന്ന ഏതെങ്കിലും ചിത്രം തകർക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.